ആദ്യം ഗാന്ധിയുടെ ആശയത്തെ, പിന്നീട് പതിയെ പതിയെ ഗാന്ധിയെയും ജാതി പറഞ്ഞ് ചതുർബനിയ ആണത്രേ. പിന്നെ അത് നെഹ്റു വിരോധത്തിലേക്ക്, അതിനിടയിലൂടെ പട്ടേലിനെ ശ്ലാഘിക്കുക, അതുവഴി സവർക്കർക്കും ദീൻ ദയാൽ ഉപാധ്യയ്ക്കും ശ്യാമപ്രസാദ് മുഖർജിക്കും വാഴ്ത്തുകൾ. സ്വാഭാവികം. അംബേദ്കറെ ആക്രമിക്കാതെ കാവിപ്പടയ്ക്ക് തരമില്ല. പ്രതിപക്ഷം ഇന്ന് കൊമ്പുകോർത്തു. പാർലമെൻറ്റിൻ്റെ ഉള്ളും പുറവും സംഘർഷഭരിതമായി. അനീതിക്കും വിവേചനങ്ങൾക്കുമെതിരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയുടെ തുടരാഘാതങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കേവലം പ്രവർത്തിക്കുക മാത്രമല്ല, കേവലം വാചകങ്ങൾ നിലനിർത്തുക മാത്രമല്ല, വിവേചനത്തെ നിഷിദ്ധമാക്കിയുള്ള പ്രായോഗികത രൂപപ്പെടുത്തി സമത്വത്തെ സംസ്ഥാപിക്കാൻ ഭരണഘടന തന്നെ രൂപപ്പെടുത്തി. ഭീം റാവു അംബേദ്കറെ, ആ അംബേദ്കറെ അമിത്ഷയ്ക്ക് പിടിക്കാൻ പാടില്ല. മനുവാദത്തിൻ്റെ ഹാങ് ഓവറിൽ രാഷ്ട്രീയ വിത്ത് മുളച്ചെത്തിയവർക്ക് ആ മനുഷ്യൻ്റെ ആശയത്തെ ഉൾക്കൊള്ളാനാകില്ല. പക്ഷേ ഇത്ര പരസ്യമായി, അതും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ, ഇത് പറയുക വഴി രൂപപ്പെടുത്തിയ ചില ലിറ്റ്മസ് പരീക്ഷണങ്ങളുടെ ശ്രമമുണ്ട്. അതെന്താണെന്ന് കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം. ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് പങ്കെടുക്കുന്ന, ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. എ സമ്പത്ത്, CPIM മുതിർന്ന നേതാവ്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് സഹയാത്രികൻ. KDF നേതാവും മുൻ കോൺഗ്രസ് നേതാവുമായ P. രാമഭദ്രൻ. ഒപ്പം BJP നേതാവ് ഷാജി രാഘവൻ. ആദ്യം ശ്രീ ഷാജി രാഘവൻ, നമ്മൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കേട്ടത്, കുറേ നാളുകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ ഒരു പ്രസംഗവേദിയിൽ അമിത്ഷാ പറഞ്ഞതാണ്, കൗശലക്കാരനായ ചതുർബനിയാണ്, അതൊരു ജാതിയാണ് ഗാന്ധിയെന്ന്. ഗാന്ധിയെ അങ്ങനെ ജാതി പറഞ്ഞ് ലോകത്താരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ അത് അമിത്ഷാ പറഞ്ഞു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ അംബേദ്കർ ഇങ്ങനെ അങ്ങ് ചിലർ പറയുകയാണ്. ഈ വാക്കുകൾ ഭഗവാന്റെ പേരുച്ചരിച്ചിരുന്നുവെങ്കിൽ അവർ സ്വർഗത്ത് പോകുമായിരുന്നുവെന്ന്. ഇതുവഴി അമിത്ഷാ നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ഒരു അംബേദ്കർ വിരുദ്ധതയുണ്ട്. അത് ചാതുർവർണ്ണയാധിഷ്ഠിതമായ നിങ്ങളുടെ സവർണാധിപത്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൊടിപൊക്കലാണ് എന്ന് പ്രതിപക്ഷം നിരീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? പ്രതിപക്ഷം അങ്ങനെയൊക്കെ നിരീക്ഷിച്ചോ? അതാരും കേട്ടില്ലല്ലോ. ഇന്ന് എന്താ പാർലമെന്റിൽ സംഭവിച്ചത്, നടന്നത്? ഇന്ന് ഈ ചർച്ചയിൽ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. സത്യത്തിൽ ഇത് പാർലമെന്റിൽ ഈ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങളും ചർച്ചയൊക്കെ കോൺഗ്രസും BJPയും ആയിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. ഇന്ത്യ മുന്നണിയായിരുന്നു. എന്തായാലും വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് ഈ വിഷയം എടുത്തിട്ടതാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് ഞാൻ കരുതുക. കാരണം ഈ വിന്റർ സെഷൻ തുടങ്ങിയതിന് ശേഷം ഈ ചർച്ചയിൽ തന്നെ മുൻ MP ആയിട്ടുള്ള പാർലമെന്റിനായിട്ടുള്ള സമ്പത്ത് സാറിനെ പോലുള്ളവരുണ്ട്. ഈ സെഷൻ തുടങ്ങിയതിന് ശേഷം ഒരൊറ്റ ദിവസമെങ്കിലും പാർലമെന്റ് നടന്നു. നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്ത് പ്രധാന പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്നാണ് പറയുന്നത്. എന്തായിരുന്നു വിന്റർ സെഷന്റെ തുടക്കം തൊട്ട്? കോൺഗ്രസ് ഒരു അജണ്ട കൊണ്ടിരുന്നു. അതൊരു വെളിപാട് പോലെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ഘടകകക്ഷികൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഒരു ഘട്ടത്തിൽ. ആദ്യം അവര് അദാനിയെ പറ്റിയിട്ടുള്ള വിഷയം 6 ദിവസമാണ് സഭ സംഭിച്ചത്. അതിനുശേഷം ഒരു പള്ളിയിലെ ഒരു സർവേ നടത്താൻ ഒരു കോടതി ഉത്തരവിന്റെ പുറത്തൊരു സർവേ നടക്കുമ്പോൾ അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു. പിന്നീട് അതിന്റെ പുറകെയായി. അപ്പോൾ പാർലമെന്റ് കഴിഞ്ഞ് വിന്റർ സെഷൻ തുടങ്ങിയതിന് ശേഷം നേരാൻ വണ്ണം ഒരു ദിവസം പോലും നടത്തരുത് എന്ന ആഗ്രഹം എന്തുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാവണം? നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയുന്ന മുന്നണിയിലെ ഒരു ഘടകകക്ഷിയും കോൺഗ്രസിന്റെ കൂടില്ല. ശ്രീ രാഹുൽ ഗാന്ധി വെളിപാട് വന്ന ഒരാളിനെ പോലെ എടുത്ത് ചാടുകയാണ് ഓരോ വിഷയങ്ങളുമായി.
ഗതികെട്ട അവസാനം TMCയും സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ NCP ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങൾ ഇതിലില്ല, ഈ രാഘവൻ, ബഹളത്തിലില്ല അതൊക്കെ എന്ന് ഞങ്ങൾ പറയുന്നത് കണ്ടതാണ്. നടന്നിട്ടില്ല. നമ്മൾ ഓരോ ദിവസങ്ങളിലായി ചർച്ച ചെയ്യുന്നതാണ്. അതിലേക്ക് നമുക്ക് എത്താം. ഈ ശീതകാല സമ്മേളനത്തെ വെട്ടിച്ചുരുക്കി നിങ്ങൾ ഒതുക്കിപ്പോയതും നമുക്ക് അറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നാം ഫോക്കസ് ചെയ്യുന്നത് ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ സമരത്തിന് നിദാനമായ, പ്രതിഷേധങ്ങൾക്ക് നിദാനമായ അംബേദ്കറോടുള്ള അമിത്ഷായുടെ ആക്ഷേപമാണ്. അത് BJP ഇതുവരെ തിരുത്താൻ തയ്യാറായിട്ടില്ല. അമിത്ഷായോട് തിരുത്താൻ പറഞ്ഞിട്ടുമില്ല. അതെന്തുകൊണ്ട്? സാർ, തിരുത്തേണ്ട കാര്യമല്ല, ഞാൻ വിഷയമാണ് സംസാരിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിയാണ് ഇതിന്റെ ഇൻട്രോ തൊട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇത് ആത്യന്തികമായി കോൺഗ്രസ് റിലേറ്റഡ് വിഷയമാണ്. കോൺഗ്രസ് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിഷയത്തിലേക്ക് വന്നതെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റ് സെഷൻ തുടങ്ങിയതിന് ശേഷം പരാജയപ്പെട്ട കോൺഗ്രസ് അതിനുശേഷം ഭരണഘടനയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അംബേദ്കറുടെ ചർച്ച വരുന്നത്. ഈ ചർച്ചയിലൊക്കെ എന്താ പുറത്തു വന്ന യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണ്? കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായി അംബേദ്കർ എന്ന് പറയുന്ന ആളിനെ വളരെ കൃത്യമായി അധിക്ഷേപിക്കുകയും, പ്രത്യേകിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും, അതേപോലെ തന്നെ രാജ്യത്തെ SC ST ജനവിഭാഗത്തെ അവഗണിക്കുകയും ചെയ്ത ഗവൺമെന്റ് കോൺഗ്രസിന്റെ. സത്യത്തിൽ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ അതുകൊണ്ടാണോ അമിത്ഷാ അംബേദ്കറെ ആക്ഷേപിച്ചത്? ഭഗവാന്റെ പേര് പറയാൻ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത്തരം ആത്മീയ കേന്ദ്രങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ പറയേണ്ട പേര് അംബേദ്കർ എന്ന് തന്നെയാണ്. അത് ആവർത്തിക്കുമ്പോൾ എന്തിനാണ് അമിത്ഷാ അസ്വസ്ഥനാകുന്നത്? അത് BJPയുടെ രാഷ്ട്രീയമാണോ എന്നാണ് ചോദ്യം. സാർ, ഞാൻ ഈ സൂമിൽ പങ്കെടുക്കുന്നത് കൊണ്ട് താങ്കൾ ഇടപെടുമ്പോൾ വലിയ ലാഗിങ് വരുന്നുണ്ട്. ഒന്നുകിൽ താങ്കൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. എന്താണെന്ന് അറിയാം, ഇപ്പൊ എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല താങ്കൾ പറയുന്നത്. ഞാൻ സൂമിലാണ്. ഞാൻ എന്നെ വിളിക്കുമ്പോഴേ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു സാങ്കേതിക പ്രശ്നം ഞാൻ സൂചിപ്പിച്ചിരുന്നു. കേൾക്കാവോ? ഇപ്പൊ എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടോ? ചോദിച്ചത് കേട്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. എന്നെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ P. രാമഭദ്രൻ, അതായത് അംബേദ്കർ എന്നത് പറയുന്നതിന് പകരം ഭഗവാന്റെ പേരുച്ചരിച്ചാൽ സ്വർഗത്ത് പോകാം. അങ്ങനെ സ്വർഗത്ത് പോകലാണോ ജനാധിപത്യ ക്രമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം? അത് തികച്ചും ഭൗതികമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ്. അവിടെ എന്താണ് അംബേദ്കറുടെ പേര് പറഞ്ഞാൽ അസ്വസ്ഥമാകുന്നത്? രാഷ്ട്രീയത്തിൽ മതം കലർത്തി വിജയിച്ചവർ സ്വാഭാവികമായി അത് പറഞ്ഞിരിക്കാം. പക്ഷേ അംബേദ്കറെ ആക്ഷേപിച്ചത് ഭരണഘടനയോടുള്ള ആക്ഷേപമാണ്, സാക്ഷാൽ ഇന്ത്യ എന്ന ആശയത്തോടുള്ള ആക്രമണമാണെന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ BJP അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ ചില പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നതിൽ എത്ര യുക്തിയുണ്ട്? KDF നേതാവ് കൂടിയായ P. രാമഭദ്രൻ. ഞാൻ ആദ്യമായി അഭിമാനമാണ് അംബേദ്കർ എന്ന ഈ ശീർഷകം കൈരളി മുന്നോട്ട് അവതരിപ്പിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അംബേദ്കറെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോഴാണ് അംബേദ്കറുടെ അനുയായികൾക്കും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മനുഷ്യ നന്മയിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന നിങ്ങളുടെ ഈ തലക്കെട്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുന്നു. അംബേദ്കറുടെ ചിന്തകളും പ്രവൃത്തിയും എന്നും സംഘപരിവാറിന് മാത്രമല്ല, അവരുടെ പൂർവികർക്ക് പോലും പേടിസ്വപ്നമാണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ സാമൂഹ്യ, രാഷ്ട്രീയ, ജാതീയ, ഭൗതിക, ആത്മീയ വിഷയങ്ങളെ ഇത്രത്തോളം ആഴത്തിൽ പഠിച്ച ഒരു പ്രതിഭ തന്നെ കാണാൻ കഴിയില്ല. സംഘപരിവാറിനെയും അവരുയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രമായ മനുസ്മൃതിയെയും യുക്തിസഹമായി എതിർക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കുകയും നൂറുകണക്കിന് പ്രസംഗങ്ങൾ നടത്തുകയും ലോകത്തെമ്പാടുമുള്ള ജനതയെ അന്നത്തെ ഇരുണ്ട ഭാരതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഇന്ന് കാണുന്ന ആധുനിക ഭാരതത്തിലേക്ക് നയിച്ചതിൽ മറ്റ് മഹാന്മാരെപ്പോലെ തന്നെയോ അതിനേക്കാൾ ഒരു പടി മുന്നിലോ ഭാരതത്തിന് വേണ്ടി സേവനം ചെയ്ത ഭാരതത്തിൻ്റെ
ധീരനായ പുത്രനാണ് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ. ആ അംബേദ്കറെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് സംഘപരിവാറിൻ്റെയും അവരുടെ ചിന്ത പേറുന്നവരുടെയും സ്ഥിരം പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി ഈ ആധുനിക ഇന്ത്യയിൽ വിലപ്പോകാൻ പോകുന്നില്ല. ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ചോദിക്കുന്നു, അംബേദ്കർ 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 എന്ന് പറയാൻ എന്തുവാ, സ്വർഗത്തിൽ പോകൂ അംബേദ്കർ തൊട്ടാൽ? അംബേദ്കറെ പൂജിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് കരുതുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭാരതത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല ഇവിടുത്തെ സംഘപരിവാറുകാരും ഇന്ത്യയിലെ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ചുവരിലേക്ക് അംബേദ്കർ വന്ന് പെട്ടത്. അതുകൊണ്ട് മരിച്ചുപോയ അംബേദ്കറേക്കായി 10,000 കോടി മടങ്ങ് ശക്തിയുള്ള ഈ രാഷ്ട്രതന്ത്രജ്ഞനാണ് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ. അമിത്ഷായല്ല. അതിനേക്കായി വലിയ പ്രമാണി വന്നാൽ അംബേദ്കറുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താനോ അതുവഴി ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതസഹിഷ്ണുതയും തകർക്കാമെന്ന് വിചാരിക്കേണ്ട. അതാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഭാരതത്തിലെ ഭൂരിപക്ഷം ജനത അതിനെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ പിന്നിൽ ജാതീയമായ അജണ്ടയുമുണ്ട്. ആ ജാതീയ അജണ്ടയും ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനത ചെറുത്തു തോൽപ്പിക്കുക തന്നെ കൂടി അവിടെ തുറക്കപ്പെടുന്നു എന്ന കാതലായ രാഷ്ട്രീയമാണ് ശ്രീ P. രാമഭദ്രൻ അഡ്രസ്സ് ചെയ്തത്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയ പ്രക്രിയകളിലേക്ക് ഡോക്ടർ എ സമ്പത്തിലേക്ക് എത്താം. പക്ഷേ അതിനു മുമ്പ് നിയമവിദഗ്ധൻ കൂടിയായ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്കൊന്ന് പോവുകയാണ്. ലാൽകുമാർ, ഐ ഹാവ് എ ഡ്രീം ദാറ്റ് മൈ കൺട്രി മെൻ വിൽ ജഡ്ജ് ബൈ മൈ കൺട്രി നോട്ട് ബൈ ദെയർ കളർ ബട്ട് ബൈ ദെയർ കണ്ടൻസ് ഓഫ് ക്യാരക്ടർ. ഇത് പറഞ്ഞത് കിങ് ആണ്, അമേരിക്കൻ ഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്. ആ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതിനപ്പുറത്തേക്ക് പോലും സാമൂഹിക ശാസ്ത്രത്തെ വിവക്ഷ ചെയ്ത ആളാണ് അംബേദ്കർ എന്നൊക്കെയാണ് നാം പഠിച്ചിട്ടുള്ളത്. കാരണം നൂറ്റാണ്ടുകൾ തുടരുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥകൾ ഇവിടെ ഒരു നീതി പാലിക്കൂ എന്ന അർത്ഥത്തിൽ നാം സമത്വം കൊണ്ടുവന്നാൽ അത് നീതിയുടെയല്ല അനീതിയുടെ പങ്കുവെക്കലേ ആകൂ. അതുകൊണ്ടാണ് സംവരണം എന്നതിനെ ശാസ്ത്രീയമായി അദ്ദേഹം സംസ്ഥാപിക്കുന്നത്. ഇങ്ങനെ സമത്വം എന്നത് ഒരു മതിലിന് മുകളിൽ നിൽക്കുന്ന ആളിന് നീളം കുറവുണ്ട് എങ്കിൽ കട്ട വെച്ച് കൊടുത്ത് അയാൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അല്ലാതെ അത് അസമത്വമല്ല എന്നതടക്കം ആശയത്തിലേക്ക് ആഴ്ന്നു പോയ അംബേദ്കറിസമുണ്ട്. അതിൻ്റെ വക്താവാണ് അംബേദ്കർ. ആ അംബേദ്കറുടെ പേരുച്ചരിച്ചാൽ ഭഗവാന്റെ പേരുച്ചരിക്കും പോലെയാണ് കാണുന്ന ജനതയുണ്ട് ഇവിടെ. പക്ഷേ അതിനെ ആത്മീയതയുമായി താരതമ്യം ചെയ്തുകൊണ്ട് അമിത്ഷാ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടത് എന്ത് തരമുള്ള ആലോസരം സൃഷ്ടിക്കാനാണ്? ശ്രീ ലാൽകുമാർ. നോക്കൂ, 20-ാം നൂറ്റാണ്ടിലെ ലോക പണ്ഡിതരിൽ ആദ്യത്തെ 5 പേരെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അംബേദ്കർ ഉണ്ടാകും. എത്രത്തോളം അഗാധ പാണ്ഡിത്യം സാമൂഹ്യ ശാസ്ത്രത്തിൽ, എക്കണോമിക്സിൽ, നിയമത്തിൽ ഇങ്ങനെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനെ, എന്തൊരു ബുദ്ധിയാണ് ഈ മനുഷ്യന് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അങ്ങനെ ആ പ്രത്യേക ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരു കാരണവശാലും എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സൊസൈറ്റിയിൽ നിന്ന് ദളിത് ആദിവാസി വിഭാഗത്തോടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ഏലിയനേറ്റഡ് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ നിന്ന് ഇത്രയും പഠിച്ച് പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ജീനിയസ്, അതാണ് അംബേദ്കർ. അതിനകത്ത് ഒരു ജീനിയസ്, അതായിരിക്കും ഏറ്റവും റൈറ്റ് വേർഡ് ടു യൂസ്. അതിന് മേളിലൊരു പ്രോഡക്റ്റ് ഇന്ത്യ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മളെ എല്ലാ സാഹചര്യവുമുള്ള പല ആൾക്കാരിലും മേളിൽ സാഹചര്യം കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ടും ഒരു പ്രഗത്ഭനായ മനുഷ്യനാണ് അംബേദ്കർ. പ്രതിദാനം ചെയ്യുന്ന നമുക്കറിയാവുന്ന അംബേദ്കറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അംബേദ്കർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ പറയേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് വെൽ അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ. ഇവിടെ മനുസ്മൃതിയെക്കുറിച്ച് ഒരു റഫറൻസ് വന്നു. അത് ശ്രീ രാമഭദ്രൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അംബേദ്കർ മനുസ്മൃതി കത്തിച്ച ആളാണ്. അതിന് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നോക്കൂ, മനുസ്മൃതിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്.
ആ രാജ്യം ഭരിക്കുന്ന ആ ഭരണകൂടത്തിന് എതിരെ, ആ ആശയത്തിനെതിരെയുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ മനുസ്മൃതി അദ്ദേഹം കത്തിക്കുന്നത്. എനിക്ക് 1927 അദ്ദേഹം കത്തിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ, 27 ഡിസംബർ 25. അത് വളരെ വ്യക്തമായി എന്താണ് മനുസ്മൃതി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പം സംഘപരിവാർ രാഷ്ട്രീയത്തെ അദ്ദേഹം റദ്ദ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പൂർണ്ണമായും അത് റദ്ദ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അടുത്തൊരു ഘട്ടം എടുക്കാം, വേറൊരു രീതി. ഹീസ് എ വെൽ സൂട്ടഡ് ആൻഡ് ബൂട്ടഡ് മാൻ. ഇത് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സൂട്ടിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത്. എന്താണത്? ഒരു റാഷണൽ ഇൻഡിവിജ്വലിൻ്റെ പ്രതികരണമാണ്. ഒരു റാഷണൽ ഇൻഡിവിജ്വലിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഇന്നത്തെ പ്രയോഗമാണല്ലോ ദളിത്, അതിനെ ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് പണ്ട് ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഡിപ്രസ്ഡ് ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആശയത്തെ, ഈ മനുസ്മൃതിയെയും ഈ പറയുന്ന വർണ്ണാശ്രമ ധർമ്മത്തെയും ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇടപെടണം, അല്ലെങ്കിൽ ഇടപെടാൻ എനിക്കും കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യൻ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഈ സൂട്ടും ബൂട്ടും ധരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമാറ്റിക് കണ്ടീഷന് പറ്റിയ ഒരു കാര്യമല്ല സൂട്ടും ബൂട്ടും. അത് ധരിക്കുന്നത് ഇന്ത്യൻ ജനതയോട്, ഇന്ത്യൻ ദളിത് വിഭാഗത്തോട് അദ്ദേഹം ഒരു രാഷ്ട്രീയം പറയുന്നു. ആ ദളിത് വിഭാഗത്തോട് പറയുന്ന രാഷ്ട്രീയം മറ്റുള്ള ആൾക്കാർ കേൾക്കാനായിട്ടാണ് പറയുന്നത്. ഇത് വ്യക്തമായി ഈ രാഷ്ട്രീയം ഈ നാട്ടിൽ പറഞ്ഞു പോയ മനുഷ്യനാണ് അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി വരുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. നോക്കൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്ക് അത് നമുക്ക് നേരത്തെ ഈ പറഞ്ഞ പോലെ നെഹ്റു റിപ്പോർട്ട്, മോട്ടിലാൽ നെഹ്റുവിൻ്റെ റിപ്പോർട്ട് തൊട്ട് തുടങ്ങി, അല്ലെങ്കിൽ അതിന് മുമ്പ് തുടങ്ങി എന്നൊക്കെ നമുക്ക് വാദിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അംബേദ്കർ എന്ന് പറയുന്ന ജീനിയസിൻ്റെ കോൺട്രിബ്യൂഷൻ, സവിത അംബേദ്കറിൻ്റെ ഒരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു പുസ്തകം തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അവരുടെ ബന്ധങ്ങൾ അത് വ്യക്തമാക്കുക, എത്രത്തോളം ബുദ്ധിമുട്ട് അദ്ദേഹം രോഗാതുരനായ സമയത്തും ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലിരുന്ന് ചെയ്യുന്ന വർക്കിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന് ഒരു വലിയൊരു ടെമ്പിൾ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന പാർലമെൻറ്റും അങ്ങനെ ഒരു സിസ്റ്റവും കൊടുക്കാനാണ്. ആ സിസ്റ്റത്തിൽ അംബേദ്കറിൻ്റെ പേരില്ലാതെ വേറെ ആരുടെ പേരാണ് പറയേണ്ടത്? അംബേദ്കർ എന്ന പ്രയോഗത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു പേര് ഉപയോഗിച്ചിരുന്നെങ്കിൽ സ്വർഗം കിട്ടിയനെന്ന്. അങ്ങനെ സ്വർഗം വേണ്ട, അങ്ങനെ വേണ്ട സ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കരുതുന്നത് നിങ്ങൾ മനുസ്മൃതിയുടെ രാഷ്ട്രീയം ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് ഭരണഘടന നിങ്ങൾക്ക് ഒരു സേക്രട്ടായി മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ സേക്രട്ടും പ്രൊഫൈൻ എന്നും പറയുള്ളൂ, ഇത് സേക്രട്ടായിട്ട് നിൽക്കുന്ന ഒരു ബുക്കാണെങ്കിൽ, ഒരു സേക്രട്ട് ബുക്കാണെങ്കിൽ, അത് ഡ്രാഫ്റ്റ് ചെയ്ത അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന അംബേദ്കറിൻ്റെ പേര് തന്നെയാണ് ഈ പറയുന്ന നാരദനെ നാരായണ എന്ന് പറയുന്നത് പോലെ അംബേദ്കറിന് തന്നെ പറയണമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അംബേദ്കറിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായും വിമർശിക്കുന്ന ഘട്ടങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ വിമർശിക്കാൻ പറ്റുന്ന ഘട്ടങ്ങൾ കാണാം. പക്ഷേ അംബേദ്കർ എന്ന് പറയുന്ന ആളെ റദ്ദ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അംബേദ്കറെ ഇൻഡയറക്ട്ലി റദ്ദ് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമിത്ഷാ ഇത് പറയുന്നതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉള്ളിൽ കിടക്കുന്ന കാര്യം തികട്ടുന്നതാണ്. കാര്യം യഥാർത്ഥത്തിൽ അംബേദ്കറെ അവർ അംഗീകരിച്ചിട്ടില്ല, ദളിത് വിഭാഗത്തെ അംഗീകരിച്ചിട്ടില്ല. ഈ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മത്തെ ഊട്ടിയുറപ്പിക്കാൻ നോക്കുന്ന RSSൻ്റെ ആശയം നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, അത് നിങ്ങളൊരു കുഴപ്പമില്ലാത്ത ഒരു ഐഡിയ ആണ് എന്ന് നിങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയോട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അംബേദ്കറെ റദ്ദ് ചെയ്തു തന്നെയാണ്. തീർച്ചയായും അതാണ് അവിടുത്തെ പ്രശ്നമായിട്ടുള്ള കാര്യം. ധർമ്മത്തെ കുറിച്ച് ഈ നാട്ടിൽ പറയുന്നുണ്ടെങ്കിൽ, RSS മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ. തീർച്ചയായും ഡോക്ടർ എ സമ്പത്ത്, ഇവിടെ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അതായത് മലയാള ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയ്ക്കെന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറയുന്നത് പോലെയാണ് അംബേദ്കർ എന്ന പേര് പറയുന്നതിൽ അമിത്ഷാ അസ്വസ്ഥമാകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ മറുമൊഴി. പി രാമഭദ്രനും സൂചിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡോക്ടർ അംബേദ്കറെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, പഠിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും സംബന്ധിച്ച് ഇനിയും ഗവേഷണങ്ങൾ നടത്തേണ്ടത് ഒക്കെ അനിവാര്യമായിട്ടുള്ളൊരു കാലത്താണ് ജീവിക്കുന്നത്.
ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ അജിംഷാദെ. ഡിസംബർ 17 ഒരു പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അങ്ങനെ പാർലമെൻറ്റിൽ പറഞ്ഞത് അങ്ങനെ വാവിട്ട് വന്നൊരു വാക്കായി മനസ്സിൻ്റെ കോണിൽ എവിടെ നിന്നോ അങ്ങനെ പതിയിരുന്ന അണലിപ്പാമ്പ് ചീറ്റിയതാണ് എന്ന് അങ്ങനെ മാത്രം ധരിച്ചു കളയാതിരിക്കുക. 1946 ഡിസംബർ മാസം 17 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വളരെ നീണ്ടു നിന്നൊരു ചർച്ചയുണ്ടായി. ഒരു പ്രത്യേക റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ് നടന്നത്. ആ ചർച്ചയിൽ ഡോക്ടർ അംബേദ്കർ ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റേതായ ചില വാദമുഖങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന 1946 ഡിസംബർ 17 ഇത്തരത്തിലൊരു കാര്യത്തെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ഓൺ 17 ഡിസംബർ 1946 ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ലൈബ്രറിയിൽ ഇപ്പോഴും ആ പുസ്തകങ്ങൾ ഉണ്ടാവും. അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ മനുസ്മൃതിയെ അത് പരിശുദ്ധ ഗ്രന്ഥമായി അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായി ചാതുർവർണ്ണ വ്യവസ്ഥ അനിവാര്യമാണ് എന്ന് അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ഈ ചരിത്രപരവും സാമൂഹികവുമായും രാഷ്ട്രീയ അധികാരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടതുകൊണ്ടും സാമ്പത്തിക അധികാരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടതുകൊണ്ടും അസ്പൃശ്യരായി അങ്ങനെ തള്ളിമാറ്റി ബുൾഡോസ് ചെയ്യപ്പെട്ടതുകൊണ്ടും പോയ നേരത്തെ ഇവിടെ ഡോക്ടർ ലാൽകുമാർ പറഞ്ഞതിലൊരു വാക്കുണ്ടല്ലോ അന്ന് പറഞ്ഞ ഡിപ്രസ്ഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ദളിതരെന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള അവരെ സംബന്ധിച്ച് ആ ചർച്ചയിൽ പറയുന്നുണ്ട്. ഞാനീ പറഞ്ഞത് ഡിസംബർ 17 അങ്ങനെയുള്ളൊരു ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് കൃത്യമായി അറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചതൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഡിജിറ്റലൈസ്ഡ് ഓഫീസാണ് ഡൽഹിയിലുള്ള BJPയുടെ ഓഫീസ്. അതിനുവേണ്ടിയുള്ള നൂറുകണക്കിന് ആളുകളാണ് പഠന ഗവേഷണങ്ങൾ നടത്തുന്നത്. ആ തുടർച്ചയായ ചർച്ചയുടെ ഒരു ഭാഗമായിട്ടുള്ളത്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് അംബേദ്കറെ സംബന്ധിച്ച് അംബേദ്കറുടെ ആശയങ്ങളെ സംബന്ധിച്ചുള്ള അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനങ്ങൾ, വിയോജിപ്പുകളെല്ലാം ഉണ്ടാവും. അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമാണ്. ഗാന്ധിജിയെ ആദരിക്കുമ്പോഴും ഗാന്ധിജിയുടെ ആശയങ്ങളോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അജിംഷാദെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPIMലെ പാർലമെൻറ്റ് അംഗമായിരുന്ന ഞാൻ താമസിച്ചിരുന്ന ഡൽഹിയിലെ എൻ്റെ 2014 എനിക്ക് ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ച് തന്നതായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് റോഡിലുള്ള ഒരു ബംഗ്ലാവ് എന്നവർ വിശേഷിപ്പിക്കും. ഞങ്ങളൊക്കെ 2 മുറിയിലാണ് താമസം, മറ്റുള്ളതെല്ലാം ഷെയർ ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യാറ് പാർട്ടി ഫംഗ്ഷണറീസുമായിട്ട്. അവിടെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ പ്രതിമയും അതുപോലെ ഒരു സമുച്ചയവും വരുന്നതിന് വേണ്ടി അത് സ്വമനസാലെ വിട്ടുകൊടുത്ത പാർട്ടിയാണ് CPIM. അതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴേ അതിന് സ്ഥലമില്ല എന്ന് വന്നപ്പോൾ അതിനാദ്യമായി സ്ഥലം അങ്ങനെ നൽകിയത് അത് CPIMൻ്റെ ഒരു MPയുടെ സ്ഥലമടക്കം നൽകുന്നതിന് CPIMൻ്റെ ജനറൽ സെക്രട്ടറി തയ്യാറായി കത്തെഴുതി. ഞാനിപ്പോൾ ഇത് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് എൻ്റെ അപ്പൂപ്പൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയോ പടമൊന്നുമല്ല നിങ്ങൾ ആദ്യം കാണുക. രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിയുടെ പടമാണ് എൻ്റെ വീട്ടിൽ ആദ്യമായി വെച്ചിട്ടുള്ളത്. ഇത് അംബേദ്കറുടെ കൃതികളിലെ ഏറ്റവും ചെറിയ പുസ്തകമാണത്. ഏറ്റവും ചെറിയ പുസ്തകമാണ് ഉണ്ടല്ലോ അത്. സാധാരണ അംബേദ്കറുടെ പുസ്തകങ്ങളെല്ലാം ഇതും ഇതിനേക്കാൾ വലിപ്പമുള്ളതാണ്. ഞാനിപ്പോൾ രണ്ടാമത് കാണിച്ചത് ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 3 ഇത് വാല്യം 17 അംബേദ്കറുടേതായ 23 വാല്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കൃതികളുടെ സമാഹാരമായി ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ കുത്തകാവകാശം നീണ്ടുനിന്ന ഒരു നിയമപ്രക്രിയ അതിൻ്റെ ഈ കോടതി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2018 ആണ്ടോടുകൂടി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ പ്രസിദ്ധീകരണാവകാശം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കായി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം 2002 അച്ചടിച്ച മലയാള പതിപ്പാണ് കേട്ടോ. 2002 അച്ചടിച്ചതാണ്. ഇത് ഭാഗ്യവശാൽ ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്നപ്പോൾ പലയിടത്തുനിന്നും നുള്ളിപ്പറക്കിയെടുത്ത പഴയത് ആക്രിക്ക് പോകുമായിരുന്നത് കിട്ടിയതാണ് എനിക്ക്. അപ്പോഴും ഇതിൻ്റെ പതിപ്പുകൾ ഇതിൻ്റേതായിട്ടുള്ള എല്ലാ വോള്യവും കിട്ടാനായി വലിയ പ്രയാസമായിരുന്നു. ഇന്ന് നിങ്ങൾ പരിശോധിക്കൂ, ഷാജി അടക്കമുള്ള ആളുകൾ ഡോക്ടർ അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികൾ 23 വാല്യവും അത്തരത്തിൽ ലഭ്യമാകുന്നത് എവിടെ നിന്ന് ലഭിക്കും? തിരുവനന്തപുരത്ത് അടക്കം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവരുടേതായിട്ടുള്ള പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയാണ്? സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടുപുറകിലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതാണ്. പബ്ലിക്കേഷൻസ് വിങ്ങാണ്. നമ്മുടെ സർക്കാർ പ്രസിനടുത്താണ്. ശാന്തിനഗറിലാണ്. ഇവിടെ തിരുവനന്തപുരത്ത്. നിങ്ങളൊന്ന് പോയി അന്വേഷിക്ക്. അല്ല, ഡൽഹിയിൽ നിങ്ങളൊന്ന് പോയി അന്വേഷിക്ക്. ഞാൻ ഈ പുസ്തകത്തെ പറയാം. ഞാനിതാ ഇപ്പോൾ ഈ റൗണ്ടിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞങ്ങ് നിർത്താം. ഇത് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കെല്ലാം ഇത് ബോധ്യമാവും. നമ്മൾ ഇക്കാര്യത്തെ സംബന്ധിച്ചൊരു തർക്കം വേണ്ട. വാല്യം 17 വളരെ ചെറിയൊരു വാല്യമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉള്ളടക്കം എന്താണെന്നറിയോ അജിംഷാദെ? അധ്യായം 1 അസ്പൃശ്യരുടെ മൊത്തം ജനസംഖ്യ. ഡോക്ടർ അംബേദ്കറുടെ ഒരു ലേഖനമാണ്.
അധ്യായം 2 അസ്പൃശ്യരുടെ പ്രാധാന്യം. അസ്പൃശ്യർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ദ അൺടച്ചബിൾസ് എന്നതാണ്. അധ്യായം 3 അസ്പൃശ്യരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ, ദ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് ഓഫ് ദ അൺടച്ചബിൾസ് ആണ്. അധ്യായം 4 ഹിന്ദുക്കളുടെ എതിർപ്പ്. അധ്യായം 5 സംയുക്ത നിയോജക മണ്ഡലങ്ങൾക്കെതിരെ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവശ്യം എന്തുകൊണ്ട്. അധ്യായം 6 ഭരണഘടകം. അധ്യായം 7 പബ്ലിക് സർവീസുകൾ. അതുമായി ബന്ധപ്പെട്ട് സംവരണം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് പിന്നീട് അറിയണം. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും സുപ്രീം കോടതി വരെ കേസ് പോയി. 1ാം ഭരണഘടനാ ഭേദഗതി, ഫസ്റ്റ് അമെൻമെൻറ്റ് വന്നതറിയാലോ, ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിൻ്റെ കേസിൽ. അപ്പോൾ ബാലാജിയുടെ കേസ് ഇത് 50ലാണ് വന്നതെങ്കിലും അതിന് മുമ്പേ അദ്ദേഹം ഇതൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ്, ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂറിൻ്റെ കേസിൽ. അധ്യായം 8 പ്രത്യേക ആവാസ കേന്ദ്രങ്ങൾ. അധ്യായം 9 ജാതിയും ഭരണഘടനയും. അധ്യായം 10 ഹിന്ദുക്കളോടും അവരുടെ സുഹൃത്തുക്കളോടും ചില ചോദ്യങ്ങൾ. അനുബന്ധം വിദേശികളോട് ഒരു അഭ്യർത്ഥന. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്നത് വിദേശികളോടൊരു അഭ്യർത്ഥന എന്നുള്ള ഇതിൻ്റെ അനുബന്ധമാണ്. എങ്ങനെ 1942 കാനഡയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പസഫിക് റിലേഷൻസിൻ്റെ അതിൻ്റെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ വിഭാഗത്തിൻ്റെ ക്ഷണം ഇദ്ദേഹം സ്വീകരിച്ച് അവിടെ പോയി പ്രസംഗിക്കുമ്പോഴാണ്. ഇത് വായിച്ചാൽ ഡോക്ടർ അംബേദ്കർ ആരായിരുന്നു എന്ന്, എന്തിനു വേണ്ടി നിലകൊണ്ടു എന്ന്, അത് എന്തുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ തീക്ഷ്ണമായ നിലപാടുകൾ എടുക്കേണ്ടി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകും. അംബേദ്കറെ സംബന്ധിച്ച് പറയുമ്പോഴേ നമ്മുടെയൊക്കെ മനുഷ്യ ജന്മത്തിൽ നമുക്ക് ഒരു കാരണവശാലും ആലോചിക്കാൻ കഴിയാത്തതായിട്ടുള്ളൊരു കാര്യം, ഇന്നത്തെ കുട്ടികൾ എന്തെല്ലാം സുഖസൗകര്യങ്ങളുടെ മടിത്തട്ടിലാണ്, എത്ര പാവപ്പെട്ട കുടുംബങ്ങളിലാണെങ്കിലും 32 ഡിഗ്രികൾ ആലോചിച്ച് നോക്കൂ. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 32 ബിരുദങ്ങൾ, ബിരുദാനന്തര ബിരുദങ്ങൾ, ഡോക്ടറേറ്റുകൾ, LLD അടക്കം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 18 മണിക്കൂർ പഠനത്തിനായി, ഗവേഷണത്തിനായി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ശരിയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തൻ്റെ തന്നെ സഹായിയായിരുന്നു, അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തെ തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. ആ നോമിനേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതും ഇന്ത്യയുടെ നിയമ നീതിന്യായകാര്യ വകുപ്പ് മന്ത്രിയായിട്ടാണ് എന്നതുകൂടി അറിയണം. അദ്ദേഹത്തെയാണ് ഇവിടെ ഇത്തരത്തിൽ അപമാനിക്കുക, അവഹേളിക്കുക, ഭത്സിക്കുക, അതെല്ലാം തന്നെ ഇങ്ങനെ വല്ലാതെ വിഷലിപ്തമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്ന നിലയിലേക്ക് ചില കാര്യങ്ങൾ പറയുക. പിന്നെ BJPക്കാർ ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാം കൊട്ടേഷനൊന്നും എടുത്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലേക്കൊന്നും പെരുമാറണ്ട. അങ്ങനെ ഹിന്ദു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ അതിൽ ജാതികൾ ഉപജാതികൾ ഉണ്ടല്ലോ, അക്കാര്യത്തെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഫാക്ട്. ആണ് ഹിന്ദു റിലീജിയൻ്റെതായിട്ടുള്ള അത്തരം കാര്യങ്ങളിലെല്ലാം കൊട്ടേഷൻ അമിത്ഷായ്ക്കാണെങ്കിൽ ഞാനങ്ങനെ പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ വാക്കുകളല്ല, പലരും എഴുതിയിട്ടുള്ളതും സോഷ്യൽ മീഡിയയിൽ വന്നതും പുസ്തകത്തിൽ വന്നതുമായ കാര്യമാണ്. ഒരു ജൈനൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഈ വിധത്തിൽ വല്ലാതെ ഇങ്ങനെ അതിൻ്റെ ജാതി വ്യവസ്ഥ അരക്കിട്ടുറപ്പിക്കാനായി പരിശ്രമിക്കുക എന്നുള്ളത് BC 6ാം നൂറ്റാണ്ടിൽ അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും ചാതുർവർണ്ണത്തിനുമെതിരായി അത്തരത്തിൽ വർദ്ധമാന മഹാവീരനും ശ്രീബുദ്ധനുമെല്ലാം നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമുണ്ട്. അന്നത്തെ കാലത്ത് അതൊരു വലിയ വിപ്ലവമായിരുന്നു. ഇവിടെ അത്തരത്തിലുണ്ടായ ഒരു സാമൂഹികമായിട്ടുള്ളൊരു വിപ്ലവത്തിനെ തിരിച്ച് ഒരു ഇംപ്ലോഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി അതാണ് തീർച്ചയായും. ശ്രീ ഷാജി രാഘവൻ, ഈ അമിത്ഷാ പറഞ്ഞത് യാദർച്ഛികമല്ല. കാരണം ഈ ഗാന്ധിജിയെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ചതുർ ബനിയയാണ്, കൗശലക്കാരനായ ബനിയയാണെന്ന്. അത് കച്ചവടം ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ്, അത് ജാതി പേരാണ്. അപ്പോൾ അത് വഴി രാഷ്ട്രപിതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള ധൈര്യം അമിത്ഷായ്ക്കുണ്ടാകുന്നു എന്നൊരു പൊതുപ്രവർത്തകരുണ്ടാകുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അംബേദ്കർക്കെതിരായ ആക്ഷേപവും കാണേണ്ടത്. അത് യാദൃച്ഛികമല്ല, അത് പല വിധത്തിലുമുള്ള അട്ടിമറികൾക്കുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ്. അത് തുടങ്ങി വെച്ചതാണ്, അത് RSS അജണ്ടയുടെ ഭാഗമാണെന്നൊക്കെയാണ് ഇവിടെ നിരീക്ഷിച്ചത്. ശ്രീ ഷാജി രാഘവൻ. അജിംഷാദ്, എൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കട്ടായി, എനിക്ക് കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ പിൻവലിക്കുക. കാരണം സമ്പത്ത് സാറ് വളരെ ഗംഭീരമായിട്ടാണ് നെഹ്റുവിന് വളരെ വലിയ തോതിൽ അംബേദ്കറെ ബഹുമാനിച്ചിരുന്നു, അദ്ദേഹത്തിന് ആവശ്യത്തിലധികം പരിഗണന കൊടുത്തിരുന്നു എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. സത്യത്തില് ഒറ്റ സെക്കൻഡ് ഞാൻ പറയാത്ത വാക്കുകൾ എൻ്റെ വായിലേക്ക് കുത്തിത്തിരികാനുള്ള BJP കുതന്ത്രങ്ങൾ ഷാജി എൻ്റെ അടുത്ത് എടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മ പശുവൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അംബേദ്കർ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി
ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, അംബേദ്കറെ 2 വട്ടം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പണ്ഡിറ്റ് നെഹ്റു തന്നെ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യത്ത് ആർക്കാ അറിയാത്തത്? പണ്ഡിറ്റ് നെഹ്റുവും അതേപോലെ തന്നെ അംബേദ്കറും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധങ്ങളും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ധാരണപ്പെശകളും ഇന്ത്യയുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമല്ലേ സാർ? അതല്ലേ കോൺഗ്രസ് പിന്നീട് കോൺഗ്രസിലും അതേപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളിലും പ്രതിഫലിപ്പിച്ചിട്ടുള്ളത്? ഈ അംബേദ്കർക്ക് ഒരു ഭാരതരത്ന പോലും കൊടുത്തോ ഈ കോൺഗ്രസ് ഗവൺമെന്റ്? ഈ ചർച്ചയിൽ എവിടെങ്കിലും, ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, എന്തായാലും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഞാനൊഴികെ എല്ലാവരും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നവരാണ്. ഒരാൾ പോലും കോൺഗ്രസ് എന്ന പാർട്ടിയും പണ്ഡിറ്റ് ജവഹർലാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അംബേദ്കറെ അധിക്ഷേപിക്കുകയും ഈ രാജ്യത്തെ SC/ST ജനവിഭാഗങ്ങളെ അവഗണിക്കുകയും ചെയ്തതിനെ പറ്റി ഒരു വാചകം പോലും പറയാൻ തയ്യാറായിട്ടില്ല. 40 കൊല്ലം കഴിഞ്ഞ് സാർ ഓർക്കണം, 40 കൊല്ലത്തിന് ശേഷമാണ് VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും BJPയും അതേപോലെ തന്നെ ഇടതുപക്ഷവും പിന്തുണ കൊടുക്കുന്ന VP സിംഗിന്റെ ഗവൺമെന്റ് വരേണ്ടി വന്നു ഒരു ഭാരതരത്ന ഈ പറയുന്ന അംബേദ്കർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? അപ്പൊ ഈ അംബേദ്കറുടെ ലെഗസിയെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആർക്കായിരുന്നു ഇവിടെ താല്പര്യമുണ്ട്? ഒരാൾക്കും താല്പര്യം ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിനില്ല. ഈ കോൺഗ്രസിനോട് ചേർന്ന് നിന്നിട്ടാണ് നിങ്ങൾ ഇന്ന് രാഷ്ട്രീയം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഷാജി രാഘവൻ, ചരിത്രപരമായ അതിൻ്റെ ഒഴുക്കും അതിൻ്റെ കാര്യകാരണങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ചോദിക്കുന്നത് ഇതാണ്, ഇത്രയേറെ ഭരണഘടനാ സംബന്ധിയായ ഒരു രാജ്യത്തിന് ഇത്രയേറെ ബന്ധമുള്ള അംബേദ്കറെ പോലെ ഒരു മനുഷ്യനെ, പാർശ്വവൽകൃത ജനതയെ ഇങ്ങനെ ഉയർത്താൻ ശ്രമിച്ച ഒരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ പേരാവർത്തിച്ച് പറയുന്നതിൽ അമിത്ഷാ എന്തിനാണ് അസ്വസ്ഥമാകുന്നത്? അഥവാ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ BJP എന്തുകൊണ്ട് അമിത്ഷായോട് കൽപ്പിക്കുന്നില്ല, പറയുന്നില്ല? ഇതാണ് ചോദ്യം. താങ്കൾ കാട് കയറുന്നു. അജിൻഷാദെ, കാടുണ്ടെങ്കിൽ കയറാതിരിക്കാൻ പറ്റുമോ അജിൻഷാദെ? കാടാണ് മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. കേറിയിട്ട് ഇറങ്ങണ്ടേ? ഇത് കേറി അങ്ങ് പോയാ. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? ആടിനെ ആദ്യം പട്ടിയാക്കും, എന്നിട്ട് പേപ്പട്ടിയാക്കും, എറിഞ്ഞു പോലും. അതെ, അതാണ് അമിത്ഷായുടെ തന്ത്രം എന്നാണ് ഇവർ നിരീക്ഷിച്ചത്. അതായത് ഒന്ന് ടെസ്റ്റ് ഡോസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ സംസ്ഥാപനത്തിന് ആദ്യം ന്യൂനപക്ഷ വിരോധം പറഞ്ഞു, പിന്നീട് ഗാന്ധിയെ ആക്രമിക്കുന്നു, പിന്നീട് നെഹ്റുവിനെ ആക്രമിക്കുന്നു, പിന്നീട് പട്ടേലിൻ്റെ വിഗ്രഹം പൊക്കുന്നു, എന്നിട്ട് പട്ടേലിനെ ശ്ലാഘിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭൂമിക സൃഷ്ടിച്ച ശേഷം സാക്ഷാൽ അംബേദ്കറെ ആക്രമിക്കുന്നു. ഇങ്ങനെ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ കുതന്ത്രം എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. അതിന് മറുപടി പറയൂ ഷാജി രാഘവൻ. നീ ഞാൻ പറയാം, അല്ല നിങ്ങൾ പറയൂ, അല്ല താങ്കളുടെ ചോദ്യങ്ങളെല്ലാം ചോദിക്കും. നമുക്ക് രണ്ടുപേർക്കും പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, താങ്കൾക്ക് പറയാം. അല്ല വേണ്ട അജിൻഷാദെ, ബാക്കിയോട് താങ്കൾ പറയും, എന്നിട്ട് ഞാൻ പറയാം. അങ്ങനല്ല, താങ്കളല്ലേ പറയേണ്ടത് ബാക്കി. ഏതായാലും ഈ ചർച്ചയിൽ ഇപ്പൊ എത്ര മിനിറ്റായി? നിങ്ങൾ എത്ര മിനിറ്റ് എനിക്ക് തന്നു? അതാദ്യം ചർച്ച ചെയ്യാന്ന. അല്ല, ഈ സമയം കൊല്ലാനുള്ള കുതന്ത്രമൊന്നും വേണ്ട ഷാജി രാഘവൻ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. താങ്കൾക്ക് പറയാനുള്ള സമയമാണ്. താങ്കൾക്ക് പറയാം. ഏറ്റവും കൂടുതൽ സമയം താങ്കൾക്കാണ് തരുന്നത്. താങ്കൾ പറയൂ. കാരണം നിങ്ങൾ കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്നിട്ട് കോൺഗ്രസ് ചെയ്ത, പ്രത്യേകിച്ച് ഈ പറയുന്ന അംബേദ്കറിനോട്, രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയോട് കാണിച്ചിട്ടുള്ള അവിവേകം, അന്യായം, അനീതി, ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെതിരെ നിങ്ങൾ പറയുന്ന വാദത്തിന് വേണ്ടി, കോൺഗ്രസിനെതിരെ നിങ്ങൾ പറയുന്ന അംബേദ്കർ വിരുദ്ധമായ എലമെന്റ്സുകൾ ഉണ്ട്, അത് ഓക്കെ. പക്ഷെ നിങ്ങളുടെ അമിത്ഷാ എന്തിനാണ് അംബേദ്കറെ ഇങ്ങനെ ഇപ്പോൾ ആക്ഷേപിച്ചത്? അതിനെതിരെയുള്ള നിങ്ങൾക്ക് എതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയൂ ഷാജി. സാർ, ഞാൻ അതിലോട്ടൊന്ന് വന്നോട്ടെ സാർ, പ്ലീസ്. ഞാനൊന്ന് വന്നോട്ടെ. അതാണ് എൻ്റെ തുടക്കത്തിൽ, ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. കാരണം അമിത്ഷാ പറയേണ്ട സാഹചര്യം എന്താ ഉണ്ടായത്? നമ്മുടെ ഈ വിന്റർ സെഷൻ പാർലമെന്റിൽ മനഃപൂർവ്വമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ ബാക്കി ഘടകകക്ഷികൾ പോലും ഇല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി പോയിപ്പെട്ടു. കാരണം ഭരണഘടനയുടെ ചർച്ചയും അതിനെ തുടർന്ന് അംബേദ്കറുടെ ചർച്ചയും വന്നപ്പോൾ ഈ രാജ്യത്ത് കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി കോൺഗ്രസ് ഗവൺമെന്റ്, മറ്റാരെയും പറഞ്ഞിട്ടില്ല, ഇതേ അമിത്ഷാ പറഞ്ഞുള്ളൂ. എണ്ണി പറഞ്ഞിട്ടില്ലേ? ഒന്നല്ല, പലതും. അതോടൊപ്പം അമിത്ഷാ പറഞ്ഞു, ഈ പറയുന്ന അംബേദ്കർ ഉൾപ്പെടെ അതേപോലെ തന്നെ പട്ടേൽ ഉൾപ്പെടെയുടെ ലെഗസി ഇത് വളരെ കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചുകൊണ്ടും അതിനെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് BJP രാഷ്ട്രീയം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യത്ത്. അത് അദ്ദേഹം പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യമില്ലാത്തതിന്റെ ഗതികേടാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. താങ്കൾ തുടങ്ങിയ ഞാൻ അപ്പം നിർത്തും കേട്ടോ. പറയൂ താങ്കൾ പറയൂ. എനിക്ക് നമ്മളെ ലോക്കപ്പ് വർധനം ആകണ്ടെന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ നിൽക്കണ്ടേ? പോവാം, സംസാരിക്കൂ, പറയൂ.
അല്ല, ഞാൻ പറഞ്ഞു വന്നത്, പറഞ്ഞു വരുന്നതിന്റെ ഫ്ലോ അങ്ങ് പോകുന്നത് അത്രേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചത് പാർലമെന്റിൽ അവർ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അമിത്ഷാ വളരെ കൃത്യമായി, പ്രധാനമന്ത്രി ഉൾപ്പെടെ, അതേപോലെ തന്നെ മറ്റ് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ വളരെ കൃത്യമായി 7.5 പതിറ്റാണ്ട് കാലം അംബേദ്കർ, ബാബാ സാഹേബ് അംബേദ്കറെ ഈ രാജ്യത്ത് അപമാനിച്ചതിന്റെ ചരിത്രങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ് അവിടെ പെട്ടു. ശരി, ഇത് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ എന്താ പറഞ്ഞത്? അമിത്ഷാ വളരെ കൃത്യമായി BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ബാബാ സാഹേബ് അംബേദ്കറുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന് സ്മാരകങ്ങൾ ഉണ്ടാക്കിയത് ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ ഈ രാജ്യത്തെ ഏതാണ്ട് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 5 സ്ഥലങ്ങളിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ, കോൺഗ്രസ് പാർലമെന്റിൽ അംബേദ്കറുടെ പടം വെക്കുന്നതിനെ നിഷേധിച്ചതുൾപ്പെടെ, അദ്ദേഹത്തിന് ഭാരതരത്ന നിഷേധിച്ചത് ഉൾപ്പെടെ, 2 തവണ ഇലക്ഷന് നിന്നപ്പോഴും ഈ 2 തവണയും നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തന്നെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ചരിത്രം ഉൾപ്പെടെ, ആദ്യത്തെ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുമ്പോൾ ആ പാർലമെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും, ഒരു പ്രസ്താവന പോലും പറയാൻ അനുവാദം കൊടുക്കാതെ അദ്ദേഹത്തെ അപമാനിച്ച കോൺഗ്രസിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് എന്ത് അമിത്ഷാ പറഞ്ഞത്. അങ്ങനെ അംബേദ്കറെ അപമാനിച്ച ഈ രാജ്യത്തെ ദളിത് വിഭാഗത്തെ അവഗണിച്ച കോൺഗ്രസ്, നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം അംബേദ്കർ 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 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുകയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണം അല്ല ഷാജി രാഘവ പറഞ്ഞത്, അങ്ങനൊന്നും അല്ല. ഞങ്ങൾ കേട്ടു, ഞങ്ങളത് കേൾപ്പിക്കുകയും ചെയ്തു. അംബേദ്കർ അംബേദ്കർ, ചിലർ അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ഭഗവാന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ സ്വർഗം കിട്ടിയനെ. 7 സ്വർഗം, എന്താണ് 7 തവണ സ്വർഗം കിട്ടിയനെ എന്നാണ്, 7ാം സ്വർഗം കിട്ടിയനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചർച്ച അല്ലെ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ഹലോ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റുന്നു? ഒന്ന് നിങ്ങൾ എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചർച്ച അവസാനിപ്പിക്കാം. അയ്യോ കേൾക്കാം, താങ്കൾ വെറുതെ പറയല്ലേ, കേൾക്കാം. BJP പ്രതിനിധിയായാണ് ഷാജി രാഘവനെ കാണുന്നത്, ഒരിക്കലും മൈക്ക് മ്യൂട്ട് ചെയ്യില്ല, പറയൂ. അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗം, ദീർഘസമയത്തെ പ്രസംഗം, അതൊരു ചർച്ച ആയിക്കോട്ടെ, ഒരു പ്രസംഗം ആയിക്കോട്ടെ, അതിലെ 1 മിനിറ്റ് ഭാഗം അത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അത് മാത്രം വെളിയിൽ കൊണ്ടുവന്നുകൊണ്ട്, ഇത് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നടക്കാറുണ്ട്. അദ്ദേഹം അതിന് മുമ്പ് പ്രസംഗിച്ച കാര്യങ്ങൾ, അതിനുശേഷം പ്രസംഗിച്ച കാര്യങ്ങൾ ഞാൻ വളരെ അടിവരയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് അംബേദ്കറെ ഈ രാജ്യത്ത് അപമാനിച്ച ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള അംബേദ്കറുടെ ഷാജി രാഘവൻ ഇനി ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്. താങ്കളുടെ വാദം വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അംബേദ്കറുടെ പേരല്ലേ പറയേണ്ടത്, ഭഗവാന്റെ പേരാണോ? അംബേദ്കറുടെ പേര് പറഞ്ഞാൽ സ്വർഗം നഷ്ടമാകുമോ? നിങ്ങളുടെ ഞാൻ പറഞ്ഞ ആടിനെ നിങ്ങൾ പട്ടിയാക്കുകയാണ്. ആ അംബേദ്കറുടെ പേര് പറഞ്ഞാൽ സ്വർഗം നഷ്ടമാകുമോ? എന്റെ ചോദ്യം. ഞാൻ ചോദിച്ചട്ടെ, അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ സത്ത എന്താണ്? ആ സത്ത എന്ന് പറയുന്നത് 3 ദിവസമായി പാർലമെന്റിൽ നടക്കുന്ന അംബേദ്കറെ പറ്റിയും ഭരണഘടനയെ പറ്റിയിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ, കോൺഗ്രസ് ഈ രാജ്യത്ത് അംബേദ്കർക്കെതിരെയും ദളിതർക്കെതിരെയും ചെയ്തിട്ടുള്ള കിരാതമായിട്ടുള്ള കൂട്ടക്കലകൾ ഉൾപ്പെടെയുള്ള ചരിത്രം പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ, ആ പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൈ ചൂണ്ടിക്കൊണ്ട്, പ്രതിപക്ഷത്തെ അല്ല കോൺഗ്രസിനെ മാത്രം കൈ ചൂണ്ടിക്കാണ്ടാണ് അമിത്ഷാ പറഞ്ഞത്, ഇത്രയും പാപം ചെയ്ത നിങ്ങൾ അത്രയും അവഹേളിച്ച അംബേദ്കറെ അവഹേളിച്ച നിങ്ങൾ ഇനിയും അംബേദ്കർ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറയിൽ നിങ്ങൾക്ക് ഊരി പോരാൻ സാധിക്കില്ല. ഞാൻ അമിത്ഷായുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾപ്പിക്കും. ഞാൻ അമിത്ഷായുടെ വാക്കുകൾ ഇപ്പോൾ ഒരിക്കൽ കൂടി കേൾപ്പിക്കും. ഷാജി രാഘവൻ ഒരു ഭാഗം മാത്രം എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച നടത്തുന്നത് ശ്രീ ഷാജി രാഘവൻ, അമിത്ഷായുടെ പ്രസംഗം അതിന്റെ ഭാഗം ഞാൻ കേൾപ്പിക്കും. താങ്കൾ ഭാഗമല്ല സാർ കേൾക്കേണ്ടത്. ഒരു പ്രസംഗം മുഴുവൻ കേൾക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു പ്രസംഗം മുഴുവൻ അത് നമ്മൾ കേട്ടതാണ്. ഞാൻ പറഞ്ഞത് അമിത്ഷാ അംബേദ്കറോടുള്ള അദ്ദേഹത്തിന്റെ പുച്ഛവും അത് ഭഗവാന്റെ പേരുച്ചരിക്കൂ അംബേദ്കർക്ക് പകരം എന്ന് പറയുന്നതിലെയും രാഷ്ട്രീയം വ്യക്തമാകുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതൊരു ഭാഗം എന്നുള്ളതല്ല. ഷാജി രാഘവൻ, ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗവും നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല സാർ. ആ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗവും കോൺഗ്രസ് അംബേദ്കറിനോട് ചെയ്ത നീതികേടിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ നാട്ടിലെ ദളിതരോട് കാണിച്ച നീതികേടിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന്റെ ഒരു ഭാഗവും ഈ ചാനലിൽ നിങ്ങൾ ചർച്ച ആണോ? ശ്രീ P. രാമഭദ്രൻ, താങ്കൾ ആ പ്രസംഗം കേട്ടിരിക്കും. നമ്മൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നതിന് മുമ്പും അദ്ദേഹം മുമ്പ് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞതും ഇപ്പോൾ അംബേദ്കറെ കുറിച്ച് പറഞ്ഞതും ഒക്കെ നമ്മൾ കേൾപ്പിച്ചതാണ് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നത്.
അംബേദ്കർ 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 എന്ന് പറയുകയും അതിനുശേഷം ഭഗവാന്റെ പേരാണ് അംബേദ്കർക്ക് പകരം ഉച്ചരിക്കുന്നതെങ്കിൽ സ്വർഗം കിട്ടുമായിരുന്നു എന്ന് പറയുക വഴി നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് യാദൃച്ഛികമാണോ? അത് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ അടർത്തിയെടുക്കലിൽ മാത്രം ഒതുങ്ങുന്നതാണോ? ശ്രീ പി രാമഭദ്രൻ, താങ്കൾ കേട്ടില്ലേ അത്? അല്ല, അത് ശരിയല്ലെന്ന് മാത്രമല്ല, ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞതിനകത്ത് ഒരു 2 തിരുത്തലുകൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ 40 വാല്യങ്ങൾ കേരളത്തിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യം മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, BJP പ്രതിനിധി പറഞ്ഞ കാര്യം അംബേദ്കർ രാജിവെക്കേണ്ടതായിട്ട് വന്നത് ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാൻ അനുവദിക്കാതിരുന്നതുകൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നത് ഹിന്ദു മഹാസഭയും RSSും ഒക്കെ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അംബേദ്കറുടെ രാജി മറ്റൊരു തരത്തിലേക്ക് മാറ്റി കാണിക്കേണ്ടതില്ല. പിന്നെ BJP പ്രതിനിധി പറഞ്ഞു, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അംബേദ്കറെ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ശരിയല്ല. ശ്രീ VP സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അംബേദ്കറുടെ ജന്മശതാബ്ദി വരുന്നത്. ആ സമയത്താണ് അംബേദ്കർക്ക് ഭാരതരത്നം കൊടുക്കുന്നതും അംബേദ്കർ ചിന്തകൾ കുറേ കൂടി വിപുലമാകുന്നതും. അതിന് VP സിംഗും അന്ന് അവരെ പിന്തുണച്ച ഇടതുപക്ഷവും ജനതാ പാർട്ടിയൊക്കെയാണ് പ്രധാനമായിട്ടും പങ്കുവഹിച്ചത്. BJP ആയിരുന്നില്ല. 2 സീറ്റുമായി ആ 11 മാസം മന്ത്രിസഭയെ പുറത്തു നിന്ന് പിന്തുണച്ചു എന്നതാണ് BJP അത്രയേ ഉള്ളൂ. ആകെ 2 മെമ്പർമാരെ ഉള്ളായിരുന്നു, വാജ്പേയിയും അദ്വാനിയും. ആ 2 പേരും പുറത്തു നിന്ന് പിന്തുണച്ചു. കോൺഗ്രസ് വിരോധം കൊണ്ട് പിന്തുണച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. VP സിംഗിൻ്റെ ഗവൺമെൻറ്റിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നില്ല. അതിലൊന്നായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ നടപ്പിലാക്കിയത്. അപ്പോൾ VP സിംഗിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരെങ്ങനെയാണ് അംബേദ്കറെ അംഗീകരിച്ചതെന്ന് വെച്ചാൽ, ഇന്ത്യൻ ദേശീയതയിൽ, ഇന്ത്യയിലെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ, ഇന്ത്യയിലെ മതേതര ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ, ഇന്ത്യയിലെ വിവിധ ജാതി മതസ്ഥരായ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഇവർക്കൊരു പങ്കുമില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനതയെ ശിഥിലീകരിക്കാനും ദുർബലപ്പെടുത്താനും ഇന്ത്യയെ ജാതീയമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലും സ്ഥാപിച്ച് ഇന്ത്യയെ ഭിന്നിപ്പിക്കാനാണ് അവരെന്ന് ശ്രമിച്ചിട്ടുള്ളത്. അതിനെതിരായിട്ട് ചില നീക്കങ്ങൾ വന്നപ്പോൾ അവർ ചില ആളുകളെ ഏറ്റെടുത്തു. അതിലൊന്ന് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ നിരോധിച്ച ആളാണ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പം. സർദാർ വല്ലഭായ് പട്ടേൽ തികഞ്ഞ ജനാധിപത്യവാദിയും കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്നു. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിനെ വേണ്ട വിധത്തിൽ കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആ അവസരം മുതലാക്കി BJPക്കാർ പട്ടേലിനെ അങ്ങെടുത്തിട്ട് അദ്ദേഹത്തിനെ BJP ആക്കാനും സംഘപരിവാർ ആക്കാനും വേണ്ടി ഒരു ശ്രമം നടത്തി. അതുപോലെ തന്നെ ഇന്ത്യ വിഭജനം ഉണ്ടായപ്പോൾ, പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു പോയപ്പോൾ അംബേദ്കർ ചില പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെ പിന്തുടർന്നുകൊണ്ട് അംബേദ്കറെ ഹിന്ദുവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാർ ചില ശ്രമങ്ങൾ നടത്തി. അംബേദ്കറെ ഹിന്ദുവൽക്കരിക്കാനും അംബേദ്കർ ഹിന്ദുവാദിയാണെന്ന് സ്ഥാപിക്കാനും അംബേദ്കർ സംഘപരിവാറിന് അനുകൂലമാണെന്ന് വാദിക്കാനും അംബേദ്കർ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വാദിക്കാനും വേണ്ടി അവർ കുറേ പരിശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഫലമായിട്ട് അവർ കുറേ സെമിനാറുകളും സമ്മേളനങ്ങളും ഒക്കെ നടത്തി. അവരെ അനുകൂലിക്കുന്ന കുറേ ആളുകളെ കൊണ്ടുവന്ന് പരിപാടികളൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ ചില സ്മാരകങ്ങൾ നിർമ്മിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനും ഇന്ത്യയുടെ ചരിത്രത്തെ തമസ്കരിക്കുന്നത് പോലെ, ഇന്ത്യയുടെ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ, ഇന്ത്യയുടെ പാരമ്പര്യത്തെ തകർക്കുന്നത് പോലെ, ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്നത് പോലെ ഇന്ത്യയെ കൂട്ടിയോജിപ്പിക്കുന്ന ഏതെല്ലാം അംശങ്ങളുണ്ടോ
അതിനെ എല്ലാം ഛിന്ന ഭിന്നമാക്കുന്നത് പോലെ ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാരെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് അവസരത്തിനൊത്ത്. അതിന് ഗാന്ധിജിയെ ഉപയോഗിച്ചിട്ടുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എതിർത്തിട്ടുണ്ട്, പട്ടേലിനെ അനുകൂലിച്ചിട്ടുണ്ട്, അംബേദ്കറെ തരാതരം നോക്കി അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അജിംസാദ് പറഞ്ഞതുപോലെ പാർലമെൻറ്റിൽ അമിത്ഷാ പറഞ്ഞത് ഒരു കാരണവശാലും അംബേദ്കറെ ബഹുമാനിക്കുന്ന പദങ്ങളല്ല, അദ്ദേഹത്തെ പുച്ഛിക്കുന്ന പദങ്ങളാണ്, അദ്ദേഹത്തെ അപമാനിക്കുന്ന പദങ്ങളാണ്, അദ്ദേഹത്തിന് വാഴ്ത്തപ്പെടേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നും അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മന്ത്രം ജപിക്കുന്നത് പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമെന്താണ്? അതിനേക്കാൾ നല്ലത് ദൈവത്തെ സ്തുതിച്ചാൽ സ്വർഗത്തിൽ പോയിക്കൂടായോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അഡ്വക്കേറ്റ് ലാൽകുമാർ, അത് ശരിയാണ്. ശ്രീ പി രാമഭദ്രൻ നിരീക്ഷിച്ചതുപോലെ അവിടെ താരതമ്യം ചെയ്ത് വെക്കുകയാണ്. അതായത് ഭഗവാന്റെ സൂക്തങ്ങൾ ഓതൂ, നിങ്ങൾ അംബേദ്കർ എന്ന് പറയാതെ എന്ന് പറയുക വഴി ഒരാശയം ആണ് അവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഒരു ചാതുർവർണ്ണയത്തിൻ്റെ സ്വഭാവത്തിലുള്ള ആശയമാണ്. അത് സ്വാഭാവികമായി അമിത്ഷാ പറയും. പക്ഷേ അതിനോടുള്ള എതിർപ്പ് ആ അർത്ഥത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ബാധ്യത കൂടിയാണത്. ഇവിടെ BJP പറയുന്നത് കോൺഗ്രസിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വരവേ പറഞ്ഞ ഒരു ഭാഗമാണ് എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം ആ പ്രസംഗത്തിൽ അമിത്ഷായുടെ വാക്കുകൾക്ക് നൽകാനാകുമോ? താങ്കൾ ആവർത്തിച്ചത് കേട്ടിട്ടുണ്ടാകും. നോക്കൂ, അംബേദ്കർ എന്ന വ്യക്തി എന്ത് രാഷ്ട്രീയമാണ് ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് പ്രഥമമായ ചോദ്യം. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് നമ്മൾ എടുത്താൽ ഒരു വാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹി ഗേവ് പ്രൈമസി ടു ദ ഡിഗ്നിറ്റി ഓഫ് ദ പീപ്പിൾ. ആ ഡിഗ്നിറ്റി ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ, ബെറ്റർ ടു സേ ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ, അതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അപ്ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചത്. ആ സോഷ്യൽ ഇൻജസ്റ്റിസ് നടക്കുന്ന, സാമൂഹ്യ അനീതി നടക്കുന്ന ഒരു സമൂഹത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതുകൂടാതെ അവർക്ക് അവരുടെ വാല്യൂസിനെ, അവരുടെ ഡിഗ്നിറ്റിയെ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പൊസിഷൻ യഥാർത്ഥത്തിൽ BJP, RSS, സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്ത് എടുക്കുന്നുണ്ടോ? ഇപ്പം ദളിത് ആദിവാസി വിഭാഗത്തിനെ 1, 2 ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി, അങ്ങനെ ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് നേരിടുന്ന സമൂഹത്തിനോട് പൊതുവെ കൂടുതൽ മാർജിനലൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഇടപെടലാണ് RSSഉം അല്ലെങ്കിൽ BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മോഡിയുടെ ഗവൺമെൻറ്റിൽ. സത്യത്തിൽ അടൽ ബിഹാരി വാജ്പേയി അത്രയും ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇത് സതുദ്ദേശത്തോടു കൂടി പറയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ റെഫർ ചെയ്താണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അമിത്ഷാ ഇത് പറയുമ്പം അമിത്ഷായുടെ ഉള്ളിൽ എന്തുണ്ടാകും എന്നുള്ളത് അമിത്ഷായുടെ വാല്യൂസുമായി ബന്ധപ്പെടുത്തിയാണ് ഞാനതിനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അമിത്ഷായുടെ വാല്യൂസ് ആൻറ്റി അംബേദ്കർ എന്ന് പറയുന്ന സ്കീമിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി അപ്പുറത്തില്ല എന്നിരിക്കട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ അമിത്ഷായ്ക്ക് എന്ത് പറയാൻ കഴിയുമായിരുന്നു? ഈ പറയുന്ന രീതിയിൽ എടുത്താലും അംബേദ്കർ, ഒരു ആൻറ്റി അംബേദ്കർ സ്റ്റാൻഡേ ഈ അമിത്ഷായ്ക്ക് എടുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. അതിന് കാരണം അവരുടെ പൊസിഷൻ ആൻറ്റി അംബേദ്കർ ആണ്, സോഷ്യൽ ജസ്റ്റിസിന് എതിരാണ് അവർ പൊതുവെ നിൽക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് എനിക്കൊരു സംശയമില്ല. ഇതിവിടെ ഒരു ഉദാഹരണം ഉന്നയിച്ചത് അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തില്ല എന്നുള്ള ഒരു വാദമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രബലൻ്റായി നിൽക്കുന്ന വാദങ്ങളിലൊന്നാണ് ഈ പറയുന്ന അംബേദ്കറിനോട് അനീതി കാണിച്ചു, ഭാരതരത്നം കൊടുത്തില്ല. ഞാൻ വ്യക്തിപരമായി ഞാൻ അതിനെ എടുക്കുന്നത് വേറൊരു അർത്ഥത്തിലാണ്. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസും അംബേദ്കറും ഭാരതരത്നത്തിന് മേളിലാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അവർക്ക് 3 പേർക്കും ഭാരതരത്നം കൊടുത്തില്ലേലും കുഴപ്പമില്ല. കാര്യം ഭാരതരത്നത്തിന് മേളിൽ നിൽക്കുന്ന 3 ആത്മാക്കളാണ് അവർ 3 പേരും എന്നാണ് ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ പോളിറ്റിയെ പഠിക്കുമ്പോൾ ഞാൻ കണക്കാക്കി, ഇന്ത്യൻ ചരിത്രത്തെ മനസ്സിലാക്കുമ്പോൾ ഞാൻ കാണുന്നത്. അതുകൊണ്ട് അംബേദ്കറിന് ഭാരതരത്നം കൊടുക്കണോ വേണ്ടായോ എന്നുള്ള ചോദ്യത്തിൽ കൊടുത്തില്ലെങ്കിലും അംബേദ്കർ ചെറുതാകാൻ പോകുന്നില്ല, ഗാന്ധി ചെറുതാകാൻ പോകുന്നില്ല. അംബേദ്കറിന് കൊടുത്തു, ഗാന്ധിക്ക് ഭാരതരത്നം കിട്ടിയിട്ടില്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ട് ഗാന്ധി അല്ലാതെ നൊബേൽ സമ്മാനം നൽകിയിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഇതേ പരാമർശങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. ലാൽകുമാർ പറഞ്ഞതുപോലെ. അതെ, അപ്പം ഞാൻ പറയുന്നത് നമ്മളുടെ മനസ്സിൽ അംബേദ്കർ ഉന്നയിക്കുന്ന
ഒരു സമ്പത്ത് എന്താണ് പറഞ്ഞത്? അല്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അത് ഒന്ന് ഓർമ്മയിൽപ്പെടുത്തിയതാണ്. ഓക്കെ ഓക്കെ. മഹാത്മാഗാന്ധിക്ക് നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെതായ ആ ഒരു സ്ഥാനത്തിന് ഒരു കുറവും ഉണ്ടാവുന്നില്ല. നൊബേൽ സമ്മാനം മഹാത്മാഗാന്ധിക്ക് ലഭിച്ചാൽ അതുകൊണ്ട് നൊബേൽ സമ്മാനത്തിന് കുറെ കൂടി മഹത്വം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രീ ലാൽകുമാർ കംപ്ലീറ്റ് ചെയ്യൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ മൊത്തം സ്ക്വാൻഡർ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ യൂണിറ്റാണ് യഥാർത്ഥത്തിൽ RSS സംഘപരിവാർ ശക്തികൾ. ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇവിടെ കോൺഗ്രസിനെ നമ്മൾ പരാമർശിക്കാത്തതിന് കാരണം എന്നാ? കോൺഗ്രസിന്റെ രാഷ്ട്രീയം നമ്മൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് യോജിപ്പുള്ളത് കൊണ്ടോ അല്ല. നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നൊരു ചർച്ചാ വിഷയമല്ല. കാര്യം അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ചർച്ചാ വിഷയം. അംബേദ്കർ ആയിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ, അംബേദ്കർ മാത്രമായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ നമ്മൾ എടുക്കുക ഇവരെ എല്ലാം പറഞ്ഞേനെ. പക്ഷേ അംബേദ്കറുമായി ബന്ധപ്പെട്ട RSS സംഘപരിവാർ പ്രത്യേകിച്ച് അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പറയാൻ ഒത്തിരി കാണും. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം, ഒരു കാര്യം കൂടെ. ഇപ്പം പണ്ഡിറ്റ് നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെന്ന് വേണമെങ്കിൽ കരുതിക്കോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അംബേദ്കറെ തോപ്പിച്ചു. നോക്കൂ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ തോപ്പിക്കാൻ നോക്കുക. ഒരു 100 വർഷം കഴിയുമ്പം ഇവർ മോഡിയെ തോപ്പിക്കാൻ ഇപ്പുറത്ത് ആൾക്കാർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നോക്കൂ, ജനാധിപത്യ പ്രക്രിയയിൽ അപ്പുറത്തൊരാളെ തോപ്പിക്കാനായിട്ട് ഒരാളെ സ്ഥാനാർത്ഥി നിർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഓക്കെയാണ്. അതിന് ഞാൻ തെറ്റായിട്ടൊന്നും കണക്കാക്കുന്നില്ല. പിണറായി വിജയനെ തോപ്പിക്കാനല്ലേ ഇവർ ആൾക്കാർ നിർത്തുന്നത്? അല്ലെങ്കിൽ നെഹ്റുവിനെ തോപ്പിക്കാനല്ലേ ഇവര് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ശ്രമിച്ചിട്ടുള്ളത്? അതൊരു പ്രശ്നമായി ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അതിനൊക്കെ മേളിലാണ് ഇന്ത്യൻ പോളിറ്റിയിൽ അംബേദ്കറിന്റെ വാല്യൂ. അതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ശ്രമം നാളുകളായി നടക്കുന്നതാണ്. അത് ഡീഗ്രേഡ് ചെയ്യാൻ അംബേദ്കറിന്റെ പേര് പറഞ്ഞു മാത്രമല്ല, അംബേദ്കർ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയത്തെ, അദ്ദേഹം മുന്നോട്ട് വെച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ പറയുന്ന ഡിഗ്നിറ്റി എന്ന ആശയത്തെ എല്ലാം റദ്ദ് ചെയ്യുന്ന രീതിയിൽ, സിറ്റിസന്റെ ഡിഗ്നിറ്റിക്ക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു. പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയാണ് ഈ നാട്ടിലുള്ളത്? പകുതി പേര് ഈ പറഞ്ഞതിൽ നാളെ ജയിലിൽ പോകുമോ എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇടപെടുന്ന ഒരു ഭരണകൂടവും അങ്ങനെ ഒരു ആശയവും ഉണ്ടെങ്കിൽ അംബേദ്കറെ ഇവർ അപ്ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. തീർച്ചയായും. ഷാജി രാഘവൻ, ഇന്ന് പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധമുയർത്തുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ ആ പ്രതിഷേധത്തിന് ഒരു ദൗത്യമുണ്ട്. താങ്കൾ കാണുന്നത് പോലെ അത് ബഹളമല്ല, അലോസരമല്ല. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിനാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. പ്രതിപക്ഷം ഇത്തരത്തിൽ അമിത്ഷായുടെ വാക്കുകൾ താങ്കളുടെ ഭാഷയിൽ അങ്ങനെ അമിത്ഷാ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണമെന്ന് BJP എന്തുകൊണ്ട് അമിത്ഷായോട് പറയുന്നില്ല? മറിച്ച് ഈ പ്രതിപക്ഷങ്ങളെ ആക്ഷേപിക്കാനും അവർ MP-യെ തള്ളിയിട്ടു, അവർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിൽ പ്രതിരോധിക്കാനും എത്രയോ വകുപ്പുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തി കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു നീക്കം എന്തിനാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ചുരുക്കി സാർ, 2 കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, പാർലമെന്റിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ കാരണക്കാരൻ ആരാണെന്നുള്ളത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു ചാനലിന് മുമ്പിൽ വന്ന് പറഞ്ഞു. അദ്ദേഹം പ്രതാപ് സാരംഗിയെ ഞാൻ പിടിച്ചു തള്ളിയെന്ന് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് വളച്ചൊടിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഞാനല്ല പുഷ് ചെയ്തത്, എന്നെയാണ് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റു ചില വാലുകൾ വളച്ചൊടിച്ചാണ്. അവർ പിന്നെ അതിന് വിശദീകരണമൊക്കെ എത്തിയിരുന്നു. താങ്കൾ പറയൂ, കംപ്ലീറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഉത്തരവാദിത്തം ന്യായീകരിക്കാൻ എനിക്കൊന്ന് മനസ്സിലായി. ഞാനൊന്ന് പറഞ്ഞു തീർത്തു. അദ്ദേഹം ഇപ്പോഴും ICUവിലാണ് സാർ. ഒരു വനിത, ST വിഭാഗത്തിൽപ്പെട്ടതാണ് ഒരു വനിതാ MP നാഗാലാൻഡിൽ നിന്നുള്ളത്. ഫാങ്ഗൺ കോയാങ് എന്ന് പറയുന്ന ST വനിത നാഗാലാൻഡിൽ നിന്നുള്ള MP ആണ്. ഗുരുതരമായ പരിക്കാണ് ഇട്ടിരിക്കുന്നത്. ആരാണ് അവിടെ കുഴപ്പമുണ്ടാക്കിയെന്നുള്ളത്, ഞാനാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് പരസ്യമായിട്ട് പ്രതിപക്ഷ നേതാവ് വന്ന് കൃത്യം കുഴപ്പമുണ്ടാക്കിയെന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി ന്യായീകരിക്കാം. അതിന്റെ രാഷ്ട്രീയം, അതിന്റെ ബാക്കി കാര്യങ്ങൾ ഒരു കാര്യം കൂടെ, അമിത്ഷായെ തിരുത്തുമോ BJP? സാർ, അതിനുള്ള മറുപടി ഞാൻ പറയുന്നത്, തിരുത്തേണ്ടത് ആരെയാണെന്ന് താങ്കൾ തീരുമാനിക്കുക. സാം പിത്രോദ ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്. നിരവധി സമയം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അഡ്വൈസറായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന കോൺഗ്രസിന്റെ അഡ്വൈസറായിട്ട് പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. 2022 അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ ട്വീറ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അംബേദ്കർ എന്നത് ഇറ്റ്സ് എ ബിഗസ്റ്റ് ഫാൾസിഫിക്കേഷൻ. അതിനോട് തുടർന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ
പ്രീആമ്പിൾ ഉൾപ്പെടെ ഭരണഘടനയുടെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആള് നെഹ്റുവാണ്. ബാക്കി അംബേദ്കർക്ക് ഒരു റോളും ഇല്ല എന്നുള്ള നിലക്ക് കോൺഗ്രസിന്റെ നേതാവ് 2 തവണ രാജീവ് ഗാന്ധിയുടെയും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അഡ്വൈസറായിട്ടിരുന്ന ഒരാള്. ഈ കോൺഗ്രസിനെയാണ് സാർ നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതാണ് ഇതല്ലേ സാർ ചർച്ച ശരി. ചെയ്യുന്നത്? ശ്രീ താങ്കളുടെ വാദം വ്യക്തമാണ്. ശ്രീ എ സമ്പത്ത് എം പി അദ്ദേഹം മെഴുകി മറിയുകയാണ്. കാരണം ഇതുവരെയും കോൺഗ്രസ് അത് ചെയ്തു, കോൺഗ്രസ് ഇത് ചെയ്തു എന്നുള്ളതല്ലാതെ അമിത്ഷായുടെ ആ വാക്കുകളും അതുൾപ്പെടുന്ന അതിലെ പ്രതിഷേധങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ BJPക്ക് തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു അജണ്ടയുണ്ട്, അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് പാർലമെൻറ്റിലും തുടരും, ഇവിടെയും തുടരും. അതാണ് ഷാജി രാഘവനിലൂടെ പ്രതിഫലിക്കുന്നത്. സമ്പത്ത് എം പി, നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. അതെ, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ന്യായമെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ഭേദഗതി 39ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടേതായ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു കോടതിക്കും അത് അങ്ങനെ വിധി എഴുതാനുള്ള അധികാരമില്ല, എന്ന് വെച്ചാൽ റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക്, ഐ ആം ദ ജഡ്ജ്, ദ ജൂറി ആൻഡ് ദ എക്സിക്യൂഷൻ എന്നുള്ള നിലയിലേക്ക് വന്നു എന്നുള്ളതുപോലെ അതുപോലെയാണ് ഇവിടെ ഈ 129ാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഒരു അജണ്ടയിലേക്ക് കൊണ്ടുവന്ന് അത് ഇപ്പം മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ആ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കപ്പെടുന്നു എന്ന് സാങ്കേതികമായി പറയുമ്പോഴും 20 BJP അംഗങ്ങൾ തന്നെ വിപ്പ് ലംഘിച്ച് സഭയിൽ ഹാജരായിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് BJP നേതാക്കൾ തന്നെ പറയുമ്പോൾ സ്വന്തം MP-മാർ 20 പേർ അവിടെ വന്നിട്ടേയില്ല എന്ന് വിപ്പ് ലംഘിച്ചു. തീരുന്നില്ല. ഇവിടെ NDA മുന്നണി എന്നുള്ള നിലയിൽ അവർ പറയുന്നതായിട്ടുള്ള, അവർ ഇപ്പം 400-നപ്പുറം നേരത്തെ BJP നേടുമെന്ന് പറഞ്ഞാൽ അത് എത്തിയില്ല, ഭൂരിപക്ഷം എത്തിയില്ല. അതുകൊണ്ട് ഈ ഭൂരിപക്ഷം ഇങ്ങനെ ഈ തൽക്കാലം ഇങ്ങനെ തട്ടിക്കൂട്ടി ഇത് ഉണ്ടാക്കി ഈ വിധത്തിലുള്ള, ശരി, അത് ഭൂരിപക്ഷമുണ്ട്, സാങ്കേതികമായി സമ്മതിച്ചു. എന്നാൽ എവിടെ പോയി ആ നമ്പർ? അപ്പോൾ അതുമില്ല. ഇത് ചർച്ച ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്നത് തങ്ങളിങ്ങനെ ഏകശിലാഖണ്ഡത്തിൽ അങ്ങനെ വാർത്തെടുക്കപ്പെട്ടവരാണ് എന്നുള്ള വല്ലാത്തൊരു മിഥ്യാധാരണ പൊളിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ അതിന് കണ്ടെത്തിയത് അംബേദ്കറെ തന്നെ ഈ വിധത്തിൽ കരുവാക്കുക എന്നുള്ളതാണ്. ഇനി അംബേദ്കറെ കരുവാക്കുന്നതിന് മറ്റൊരു ന്യായം കൂടിയുണ്ട്. അതിപ്പോൾ ഞാനത് രാമചന്ദ്രൻ ചേട്ടൻ പറയുമെന്നായിരുന്നു ഞാനത് വിചാരിച്ചത്. എന്താണെന്നറിയോ? ഹിന്ദുത്വ, ഹിന്ദുസ്ഥാൻ, ഹിന്ദി ഇങ്ങനെ പലതും അടിച്ചേൽപ്പിക്കുക. ഹിന്ദു മതവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതിനെ മത തീവ്രവാദവും മതമൗലികവാദവും മതരാഷ്ട്രീയവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചുള്ള നിലയിലാണ് ഈ പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പിശക് എന്നുള്ളത്. ഒരു പിശകും ഉണ്ടാവില്ലല്ലോ. നമ്മൾ രാത്രി കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ആ കഞ്ഞി കുടിക്കാനിരിക്കുന്നതിൽ കുറച്ച് വിഷദ്രാവകം ഒരാൾ ഒഴിച്ചു വെച്ചാൽ ചെറിയ വിഷദ്രാവകമല്ലേ, അതുകൊണ്ട് എന്താ ഈ കഞ്ഞി കുടിച്ച കുടുംബത്തിന് കുഴപ്പമെന്നത്? ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലാനായി വന്നയാൾ അതിനു മുമ്പ് ഗാന്ധിജിയെ കണ്ടിരുന്നു, വണങ്ങിയിരുന്നു, കാൽ തൊട്ട് വന്നിച്ചിരുന്നു. എന്നിട്ടാണല്ലോ അദ്ദേഹം തോക്കെടുത്ത് ഇങ്ങനെ ആ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് ദ മോസ്റ്റ് ഫ്രഗൈൽ ഹ്യൂമൻ ബീയിങ് അല്ലേ അങ്ങനെ 3 വെടിയുണ്ട തന്നെ പായിച്ചത്. ഇതെല്ലാം ബഹുമാനമെല്ലാം നൽകിക്കൊണ്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ആ വെടിയുണ്ട പായിച്ചത് മാത്രമല്ലേ ഉള്ളൂ വിഷയം. ഇങ്ങനെ വെറുതെ 3 വെടിയുണ്ട അങ്ങനെ പായിച്ചപ്പോൾ മരണപ്പെട്ടു പോയി എന്നുള്ള നിലയിലേക്ക് പാർലമെൻറ്റ് സ്തംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് മാത്രം പറഞ്ഞാൽ നിർത്താം. സെബി നിലവിൽ വന്നത് എങ്ങനെയാണ്? ഹർഷദ് മേത്ത എന്ന കാളക്കൂറ്റൻ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഓഹരിക്കമ്പോളത്തിൽ ആ ഓഹരിക്കമ്പോളത്തിൽ കൂത്താടിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടായി. പാർലമെൻറ്റ് സ്തംഭിച്ചു. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നിയോഗിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ JPCയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സെബി വന്നു. സെബി ഇപ്പോൾ വന്നതിന് ശേഷം സെബിയുടെ അധ്യക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ നിലയിലുള്ള നാടൻ വർത്തമാനത്തിൽ പറഞ്ഞാൽ പേരെടുക്കാൻ പോയവൾ 10 പെറ്റു എന്ന് പറയുന്നത് പോലെ ഉള്ള ആരോപണങ്ങൾ നേരിടേണ്ടതായ ഒരു ഗതികേടിലേക്ക് എത്തി. അതിൻ്റെ അന്വേഷണം പോലും നടത്താൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ റേപ്പ് എന്ന് പറയുന്ന ഒരു ശിക്ഷ, അതിന് കൊടുക്കുന്ന ശിക്ഷ ഉണ്ടായിരുന്ന 376(2) എന്നുള്ളത് അതിലേക്ക് അമെൻഡ് ചെയ്ത് ചേർക്കുന്നതിന് കാരണം പാർലമെൻറ്റ് ആഴ്ചകളോളം സ്തംഭിച്ചതിനെ തുടർന്നാണ്. എന്താ കാര്യം എന്നറിയോ? മധുര റേപ്പ് കേസ് എന്ന് പറയുന്ന ഒരു ദളിത് ആദിവാസി പെൺകുട്ടി ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ മാനഭംഗം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞ് there was an element of consent. ആ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയാനായി കഴിയില്ല എന്നുള്ളത്. രാജ്യം ഇളകി മറിഞ്ഞു, പാർലമെൻറ്റ് സ്തംഭിച്ചു. ഒരുപാട് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ നമുക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞൂടെ ഷാജി? അങ്ങനെയാണ് പാർലമെന്റ് പിന്നീട് 376(2) അവിടെ അതിൽ കൂട്ടിച്ചേർത്തത്. ഇതെല്ലാം ജനാധിപത്യ പ്രക്രിയയുടെ അതിന്റെ ഭാഗമായി പാർലമെന്ററി നടപടിക്രമങ്ങളിൽ ശ്രീ സമ്പത്ത് പറഞ്ഞത് വളരെ അടിവരയിടേണ്ടതാണ്. കാരണം കോൺഗ്രസിനല്ല BJPക്കാണ് മറച്ചു വെക്കാനുള്ളത് ഈ വിപ്പ് ലംഘിച്ച MP-മാരുടേത് അടക്കം. അതിനാണ് അവർ ശ്രമിച്ചത്. മാത്രമല്ല അംബേദ്കറോടുള്ള ആക്ഷേപം അത്
രാജ്യം പൊറുക്കില്ല എന്നും അഭിമാനമാണ് അംബേദ്കർ എന്ന് ആവർത്തിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണം.